ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ അത് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അത് കൊളുത്തുന്നില്ല. ഇത് നമ്മുടെ രേവതി നക്ഷത്ര പൂജ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ ദിവസം വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ കർപ്പൂരവും നമ്മുടെ ഗ്രാമ്പൂടെ കൊളുത്തി വെച്ചതാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടയ്ക്ക് കത്തിക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായി അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം ഇന്ന് ഞാൻ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ശേഷം അതൊന്ന് കൊളുത്തിയതാണ്. ഇത് ഞാൻ നമ്മുടെ രേവതി നക്ഷത്ര പൂജ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിറ്റേന്ന് വെളുപ്പിനെ ആയിരുന്നു ഞാൻ രേവതി നക്ഷത്ര പൂജ ചെയ്തത്. അപ്പം അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നിപ്പം വീഡിയോ അത് എഡിറ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ. അപ്പം മുമ്പത്തെ ദിവസം ഞാൻ രാത്രിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് കിടന്നു. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഞാൻ വിളക്ക് കൊളുത്തി രേവതി നക്ഷത്ര പൂജ ചെയ്തത്. അപ്പം ഇത് ഞാൻ അവിടെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ധൂപം എന്നാണ് ഇവിടെ പറയുന്നത്, ധൂപം. അപ്പോൾ ഈ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് അത് കത്തിച്ച് വയ്ക്കാറുണ്ട്. ഇവിടുത്തുകാരൊക്കെ അത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സ്റ്റിക്ക്, അവിടെ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ മാർക്കറ്റിൽ ചന്ദനത്തിരി അതൊക്കെ വിൽക്കുന്ന ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് വാങ്ങിച്ചതാണിത്. അപ്പം ഞാൻ സാധാരണ കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ അദ്ദേഹം മഴ സമയത്തായിട്ടും അവിടെ അതും കൊണ്ട് കച്ചവടം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു കവർ ചന്ദനത്തിരിയും പിന്നെ ഒരു അഷ്ടഗന്ധം എന്നോ എന്തോ ആണ് പറഞ്ഞ പൊടി, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് വാങ്ങിച്ചു. പിന്നെ ഈ സ്റ്റിക്ക് തന്നു, അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണത്. ഒരു കവർ ചന്ദനത്തിരി 20 രൂപയാണ്. 20 അല്ല 30 രൂപ. പിന്നെ ആ പൊടിക്കും 30 രൂപയായിരുന്നു. അപ്പം രണ്ടും കൂടെ 50 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല മണമുള്ള സാധനമാണ് കേട്ടോ. പുകയ്ക്കാനൊക്കെ വെക്കുന്ന ആ മണമുള്ള ആ സ്റ്റിക്കില്ലേ, അതിൻ്റെ ചെറിയൊരു മോഡലാണ് എനിക്ക് തന്നത്. അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ. ഇത് പിന്നെ ഞാൻ കുറച്ച് പൂക്കൾ വാങ്ങിയിരുന്നു. 20 രൂപയാണ്. കൂളത്തലയും പിന്നെ പൂക്കളെല്ലാം കൂടെ മിക്സായിട്ടാണ് കിട്ടിയത്. അതും ഞാൻ മുമ്പത്തെ ദിവസം വൈകിട്ട് വാങ്ങിയതാണ് ഇതെല്ലാം കൂടെ. അപ്പം പിറ്റേന്ന് വെളുപ്പിനെ പൂജ ചെയ്യുന്നത് കാരണം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനത് വാങ്ങി വെച്ചതാണ്. പിന്നെ റോസാപ്പൂ വാങ്ങിക്കുന്ന കാര്യം മറന്നുപോയി. രേവതി നക്ഷത്ര പൂജ ചെയ്യുന്നതിന് താമരപ്പൂവോ അല്ലെങ്കിൽ നമ്മുടെ റോസാപ്പൂവോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് മറന്നുപോയായിരുന്നു. പിന്നെ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു ചെറിയ റോസാപ്പൂവാണ്, അതെടുത്ത് പൂജയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി മാമിൻ്റെ വീഡിയോയിൽ പറഞ്ഞ ആ 5 ദീപങ്ങൾ കൊളുത്തിയുള്ള ഒരു ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നെയ് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതും ഞാൻ വെളുപ്പിന് ആദ്യം അതാണ് കൊളുത്തി പ്രാർത്ഥിച്ചത്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ രേവതി നക്ഷത്ര പൂജ ചെയ്തത്. അതും പിന്നെ നമ്മുടെ വ്യാഴാഴ്ച ചെല്ലുന്ന ആ നാമം ഉണ്ടായിരുന്നല്ലോ, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആ നാമവും ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ രേവതി നക്ഷത്ര പൂജയ്ക്ക് ലക്ഷ്മി ദേവിയുടെ 108 നാമങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള പുഷ്പാഞ്ജലിയാണ് ചെയ്തത്. അപ്പോൾ അതിന് റോസാപ്പൂ അല്ല ഞാൻ വാങ്ങിയത്, നമ്മുടെ സാദാ പൂവാണ്. അതുകൊണ്ടാണ് അർച്ചന ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്തത്. വെളുപ്പിനെ തന്നെ അതെല്ലാം ചെയ്തു. പിന്നെ 6 മണി 7 മണി ആയപ്പോഴത്തേനും എൻ്റെ പൂജയെല്ലാം കഴിഞ്ഞിരുന്നു. നിവേദ്യമായിട്ട് ഞാൻ പിന്നെ നമ്മുടെ എള്ളുണ്ടയാണ് വെച്ചിരുന്നത്. വെളുപ്പിനത്തെ സമയമായതുകൊണ്ട് പായസമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം എള്ളുണ്ട മാത്രമേ ഉള്ളായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞു. പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന കാര്യവും ഞാൻ മറന്നുപോയിരുന്നു കേട്ടോ. അവിടെ മാർക്കറ്റിൽ മാതളനാരങ്ങയൊന്നും കണ്ടില്ല, അപ്പോൾ അതും ഞാൻ വാങ്ങിയില്ല. എനിക്ക് മാതളനാരങ്ങയോ അല്ലെങ്കിൽ ആപ്പിളോ വെക്കുന്നതാണ് ഇഷ്ടം. അത് കണ്ടെണ്ണം അത് കിട്ടിയില്ലായിരുന്നു അവിടെ, അത് കാരണം അത് വാങ്ങിയില്ല. ബാക്കിയെല്ലാം കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ എൻ്റെ പൂജ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെയൊക്കെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും അതുപോലെ ഒത്തു വരാറില്ലെങ്കിലും മനസ്സിന് സന്തോഷം തരാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ അതിലൂടെ എനിക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്.